വലിയ വയലും വലിയ കൃഷിയല്ല, ഉള്ളത് പ്രിസർവ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഈ കാർഷിക പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നഗരത്തിൻ്റെ ഒരു നഗരവൽക്കരണത്തിൻ്റെ ഒരു പോസിറ്റീവ് വശമുണ്ട്. ഈ കാർഷിക പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റുന്നുള്ള അതിനുള്ളൊരു സംവിധാനം എന്തെങ്കിലും? അതിലിപ്പോൾ ഞങ്ങൾ അത് 2 ഇതുണ്ട്, വിപണന കേന്ദ്രം, കുടുംബശ്രീയുടെ 2 വിപണന കേന്ദ്രങ്ങൾ. ആ വിപണന കേന്ദ്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ നെല്ലല്ല, പച്ചക്കറി മറ്റു കാര്യങ്ങളൊക്കെ അത് വിപണനം ചെയ്യുന്നുണ്ട്. പിന്നെ ജൈവ കർഷകർ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റ് പ്രത്യേകിച്ച് അതൊരു വാല്യൂ ആഡഡ്. ഇപ്പം ഞങ്ങളവിടെ ഒരു ക്യാമ്പ് നടത്തിയിരുന്നു, ജൈവ ഉൽപ്പന്നങ്ങൾ മാത്രം. അതിന് പ്രത്യേകമായിട്ട് ഇപ്പം ഞങ്ങളുടെ ഒരു ഔട്ട്ലെറ്റ് അടങ്ങാൻ. അതിന്റെ എങ്ങനെയാണ് കണ്ടത്? അത് പ്രോത്സാഹനജനകമാണോ അതോ? വളരെ നല്ല, കാരണം ആൾക്ക് അത് ഭയങ്കര ഡിമാൻഡാണ്. സാധനം ഡിമാൻഡാണ്, ഭയങ്കര ഡിമാൻഡാണ്. കൊണ്ടുവന്ന് വെക്കുമ്പോഴേക്കും സാധനം ആ ഡിമാൻഡ് കണ്ടിട്ട് അതിലോട്ട് കൂടുതൽ തീർച്ചയായിട്ടും അത് നല്ലൊരു. നഗരസഭയ്ക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടോ അതിന്? നഗരസഭ ഈ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യേക പ്രോജക്റ്റ് ഉണ്ടാക്കി. അങ്ങനെ ഉണ്ട്, വളരെ സന്തോഷം അതുണ്ടെന്ന് അറിഞ്ഞതിൽ. എങ്ങനെയുണ്ടായിരുന്നു? വളരെ പ്രയോജനപ്രദവും സന്തോഷപ്രദമായ ഒരു അഭ്യാസം ആയിരുന്നു. മാർക്സിലേക്ക് കിടക്കാം. ആർവിജി മാഷ് 15-ൽ 10.5, 15-ൽ 11, 10-ൽ 7, 7.5, 7 മാർക്ക്. പൊന്നാനി മുനിസിപ്പാലിറ്റിക്ക് 60-ൽ 43 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. പൊന്നാനി മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ് GKE സ്പേസ് PNI സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. പൊന്നാനി നഗരസഭയിൽ നിന്നുള്ള നമ്മുടെ യാത്ര കൊടുങ്ങല്ലൂർ നഗരത്തിലേക്കാണ്. അതിനു മുൻപായി ഒരു ചെറിയ ഇടവേള. മഴക്കാലം ഇങ്ങെത്തി, ഒപ്പം മഹാരോഗങ്ങളും. ഇതിന് പരിഹാരമാർഗം ഒന്നേ ഉള്ളൂ, ഓരോരുത്തരും അവരവരുടെ വീടുകൾ ശുദ്ധമായി സൂക്ഷിക്കുക. കൊതുക്, ഈച്ച തുടങ്ങിയ രോഗവാഹകരായ ജീവികൾ പെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആരോഗ്യ പ്രവർത്തകരുമായി സഹകരിക്കുക. അത് മഹത്തായ പൗരധർമ്മമാണ്. വീടും പരിസരവും വൃത്തിയാക്കാം, പകർച്ചവ്യാധികൾ ഒഴിവാക്കാം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. പെരിയാറിൽ വലിയ തിരമാലകൾ ഉണ്ടാക്കി സ്വർണവുമായി വന്ന് കുരുമുളക് കൊണ്ടുപോയിരുന്ന മനോഹരമായ ഗ്രീക്ക് കപ്പലുകൾ എത്തിയിരുന്ന നഗരമാണിത്, മുസറീസ്. കൊടുങ്ങല്ലൂരിനെ കുറിച്ച് സംഘം കൃതിയായ അകനാനൂറിലുള്ള പരാമർശമാണിത്. കേരളത്തിന്റെ പഴയ സാംസ്കാരിക വാണിജ്യ കവാടത്തെക്കുറിച്ച് ചരിത്രത്തിൽ നിരവധി പരാമർശങ്ങളുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയെ ഈ വേദിയിലേക്ക്. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ചെയർമാൻ അഡ്വക്കേറ്റ് PD വിശ്വംഭരൻ, വൈസ് പ്രസിഡന്റ് ശ്രീ PH അബ്ദുൾ റഷീദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ CK രാമനാഥൻ, പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ PN രാമദാസ്, കൌൺസിലർ ശ്രീമതി സുമാ ശിവൻ, കൂടാതെ സെക്രട്ടറി ശ്രീ G സുധാകരൻ. കൊടുങ്ങല്ലൂർ നഗരസഭയെ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാവോ? ഏറെ സമ്പന്നമായ സംസ്കാരമുള്ളൊരു നാടാണ് കൊടുങ്ങല്ലൂർ. ഇതിൻ്റെ തുടക്കം തന്നെ അറബികളുമായുള്ള കച്ചവടത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതിന് മുജീരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പേര് മുജീരി എന്നും വഞ്ചി എന്നുമെല്ലാം വിളിക്കുന്ന ഇന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ മുസീരിസായി നിലനിൽക്കുന്നു. അതിൻ്റെ പ്രാധാന്യം ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ AD 629 സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ മുസ്ലിം പള്ളി ഇന്ത്യയിൽ, സെൻറ് തോമസ് ചർച്ച്, ഈ ചേരമാൻ പറമ്പ്, തിരുവഞ്ചിക്കുള ക്ഷേത്രം, ഏറ്റവും ചരിത്രപ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം, അങ്ങനെ എന്തുകൊണ്ടും പ്രൗഢഗംഭീരമായൊരു സംസ്കാരത്തിൻ്റെയും നന്മയുടെയും കേന്ദ്രമാണ് കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ ഒരു ദ്വീപ് സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്.
പടിഞ്ഞാറ് അറബിക്കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും ചേറ്റുവ അഴിയും മുതൽ തെക്കോട്ടൊഴുകി വരുന്ന കനോലി കനാലിൻ്റെ തുടർച്ചയെന്നുള്ള കാഞ്ഞിരപ്പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ഉൾപ്രദേശത്തിൻ്റെ ചുറ്റും വെള്ളമുള്ള പ്രദേശത്തിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ തെക്ക് ഭാഗത്ത് മേത്തലയും കിഴക്ക് ഭാഗത്ത് പുത്തഞ്ചെറിയും പൊയ്യയും വടക്ക് ഭാഗത്ത് മലബാറും ആണ് സ്ഥിതി ചെയ്യുന്നത്. കൊടുങ്ങല്ലൂരിന് എന്തൊക്കെ സുസ്ഥിര വികസന മാതൃകകളാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്? ഖരമാലിന്യ സംസ്കരണ പ്ലാന്റാണ് പ്രധാനപ്പെട്ട ഒന്ന്. രണ്ടാമത് ജൈവ വൈവിധ്യ കൃഷി സമ്പ്രദായം. മൂന്നാമത് മാർക്കറ്റ് ക്ലം ഷോപ്പിംഗ് കോംപ്ലക്സ്. ഈ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിനെ കുറിച്ച് കൂടുതൽ അറിയാം വികസന കാഴ്ചകളിലേക്ക്. പലതരം ആശുപത്രികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടൊരു ആശുപത്രി അതൊരു പുതിയ കാര്യമാണ്. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി മാലിന്യ സംസ്കരണ പ്ലാന്റിനെ പേരിട്ടിരിക്കുന്നത് എൻവയോൺമെന്റൽ ഹെൽത്ത് സെന്റർ എന്നാണ്. മാലിന്യം സംസ്കരിക്കുക മാത്രമല്ല, പരിസ്ഥിതിയുടെ ആരോഗ്യം വീണ്ടെടുക്കുക എന്ന പദ്ധതിയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. മുനിസിപ്പൽ പ്രദേശത്തുള്ള മാർക്കറ്റുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവയിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് നഗരസഭ സംസ്കരിക്കുന്നത്. നേരിട്ട് ശേഖരിക്കുന്നവയും അല്ലാത്തവയും ഉണ്ട് ഇക്കൂട്ടത്തിൽ. ഏതാണ്ട് 2 ടൺ വരും ഇപ്പോൾ നഗരസഭ ശേഖരിക്കുന്ന മാലിന്യത്തിന്റെ അളവ്. ആദ്യഘട്ടമെന്ന നിലയിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ വേർതിരിച്ചെടുക്കുകയാണ് ഇവിടെ. സംസ്കരിക്കാവുന്ന പദാർത്ഥങ്ങൾ പിന്നീട് ജൈവവളമാക്കി മാറ്റും. 1 കോടി രൂപ ചെലവിൽ നഗരസഭ സ്ഥാപിക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിന്റെ ട്രയൽ റൺ പൂർത്തിയായി കഴിഞ്ഞു. പദ്ധതി പൂർത്തിയാകുമ്പോൾ കൊടുങ്ങല്ലൂരിന്റെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ഇത് ശാശ്വത പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്ലാസ്റ്റിക് ഫ്രീ നഗരമെന്ന സ്വപ്നമാണ് തങ്ങൾക്കുള്ളതെന്നും ഇവർ പറയുന്നു. ജൈവസമ്പുഷ്ടമായ പൊക്കാളിപ്പാടങ്ങളുടെ സാന്നിധ്യം കൊടുങ്ങല്ലൂരിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുകയാണ്. 700 ഹെക്ടറോളം പൊക്കാളിപ്പാടമാണ് നഗരസഭാ പ്രദേശത്തുള്ളത്. ഇതിൽ നല്ലൊരു ശതമാനത്തോളം തരിശിട്ടിരിക്കുകയായിരുന്നു. ബാക്കിയുള്ളവയാകട്ടെ വേണ്ടത്ര പ്രോത്സാഹനം ലഭിക്കാത്ത നിലയിലുമായിരുന്നു. നെല്ലും ചെമ്മീനും ഒന്നിടവിട്ട് കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് ഈ മേഖല മാറ്റിയെടുത്തതോടുകൂടി കർഷകർ ഇപ്പോൾ സന്തുഷ്ടരാണ്. നെൽകൃഷിക്ക് ഹെക്ടറിന് 1000 രൂപയുടെ ധനസഹായവും ഇപ്പോൾ നഗരസഭ നൽകുന്നുണ്ട്. മത്സ്യകേരളം പദ്ധതിയിലൂടെ ചെമ്മീൻ കുഞ്ഞുങ്ങളെ നൽകി ചെമ്മീൻ കൃഷി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. മത്സ്യകൃഷിക്കും നഗരസഭ സഹായങ്ങൾ നൽകുന്നുണ്ട്. നെൽകൃഷി എന്ന് പറയുന്നത് ഉപ്പുള്ള സമയമാണ്. ഉപ്പ് മാറുമ്പോൾ അതായത് കർക്കിടക മാസം 1-ാം തീയതിക്ക് മുന്നേ ഉപ്പൊക്കെ മാറും. വിദിനം 5-ാം തീയതിയോട് ഉപ്പൊക്കെ മാറും. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ കിളയൊക്കെ തുടങ്ങും. പാടത്ത് കിളച്ച് ക്ലീനാക്കും പാടൊക്കെ. എന്നിട്ട് കർക്കിടം ചിലവർ 1-ാം തീയതിക്ക് 5 ദിവസം മുന്നേ വിതയ്ക്കും. ഞാനൊക്കെ 1-ാം തീയതി വിതയ്ക്കുള്ളൂ, അല്ലെങ്കിൽ 5-ാം തീയതി വിതയ്ക്കും. കാരണം അതിൻ്റെ ഇടയ്ക്ക് ഒരു ആറ്റുണ്ട്, അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ചിലപ്പോൾ 5 ദിവസമൊക്കെ നീട്ടിക്കൊണ്ടുപോണത്. ചെമ്മീൻ കൃഷി എന്ന് പറഞ്ഞാൽ കൊയ്ത്ത് കഴിഞ്ഞാൽ ചെമ്മീൻ്റെ അപ്പോഴേക്കും ഉപ്പുമാവും. ഈ കൃഷിക്ക് നഗരസഭ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്? കൃഷിക്ക് സാധാരണ നമുക്ക് വിതയ്ക്കുമ്പോൾ നമ്മൾ നഗരസഭയിലൊക്കെ അറിയിക്കും. അപ്പോൾ വിതയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ കൃഷിനാശത്തിനുള്ളത് എന്താ ആനുകൂല്യം കിട്ടും. പിന്നെ ഇവിടെ ഈ പൊക്കാളി പാടശേഖരത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്, അതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. കാർഷിക മേഖലയിൽ നഗരസഭ നടത്തിയ മറ്റൊരു ഇടപെടലാണ് തെങ്ങ് കൃഷിക്കാർക്ക് അനുവദിച്ച സഹായം. തടം തുറന്ന് ചെളിയിടുന്നതിനും വെള്ളം കെട്ടി നിർത്താനായി തിണ്ട് നിർമ്മിക്കുന്നതിനും കർഷകർക്ക് ധനസഹായം വിതരണം ചെയ്തു. ഒരു തെങ്ങിന് 30 രൂപ എന്ന തോതിലായിരുന്നു ഇത്. ഏതാണ്ട് 1800ഓളം കർഷകർക്കാണ് ഇത്തരത്തിൽ ധനസഹായം ലഭിച്ചത്. ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വിത്തുകൾ സൗജന്യമായി നൽകിയ നഗരസഭ മണ്ണിര കമ്പോസ്റ്റ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനും കർഷകരെ സഹായിച്ചു. നഗരസഭയുടെ പ്രോത്സാഹനത്തോടെ ജൈവ കൃഷിയിലേക്ക് മാറിയൊരു വാഴത്തോട്ടമാണിത്. ഹമീദ് എന്ന കർഷകന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ തോട്ടം. അദ്ദേഹം കഴിഞ്ഞ 6 വർഷമായിട്ട് ജൈവ കൃഷി രീതിയാണ് പിന്തുടരുന്നത്.
നഗരസഭയാണല്ലോ, ഈ നഗരസഭയുടെ കീഴിലാണ് കൃഷിഭവൻ നിൽക്കുന്നത്. പിന്നെ അവരാണ് ഈ സഹായങ്ങൾ ചെയ്തു തരണം.